നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും വീടുകളിൽ പച്ചക്കറി നട്ടു വളർത്താറുണ്ട്, ചെടികൾ നട്ടു വളർത്താറുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ നട്ടു വളർത്തുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇലകൾക്കൊക്കെ ഇങ്ങനെ മഞ്ഞ നിറം വരിക, പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുന്നത് നമ്മൾ കാണും. അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെടികൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചെടികൾക്ക് ചില ചെടികളിൽ ഓക്സിജൻ്റെ കുറവ് മൂലവും പിന്നെ ചെടികൾക്ക് ആവശ്യമുള്ള ചില ന്യൂട്രിയൻസിൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ചെടികൾക്ക് അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നല്ലതാക്കിയെടുത്ത് നല്ല രീതിയിൽ ഈ ചെടികളെ അല്ലെങ്കിൽ പച്ചക്കറികളെ നമുക്കൊന്ന് നല്ല ആരോഗ്യത്തോട് വളർത്തിയെടുക്കാനായിട്ട് ഇപ്പം നമ്മളതിനുപയോഗിക്കുന്ന അണുനാശിനിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. മേടിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിനകത്ത് 3% എന്ന് എഴുതിയിട്ടുണ്ട്. ആ 3% ഉള്ളത് മാത്രം നോക്കി വാങ്ങുക. ഇതിന് 20 രൂപയേ വിലയുള്ളൂ. അത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങാനായിട്ട് ലഭിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ചില ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികൾക്ക് മണ്ണിനെ ബലപ്പെടുത്തും, മണ്ണിൽ ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യും. പിന്നെ നമുക്കറിയാം ചെടികളിൽ ഈ മഞ്ഞളിപ്പ്, ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരിക, കുത്തുകൾ ചെടികളിൽ ഉണ്ടാകുക, പച്ചക്കറികളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ടൊരു നല്ല അണുനാശിനിയാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗപ്രദമാകുന്നത്, ഇതിനെങ്ങനെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചെടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ചില സമയത്തിന് ആരോഗ്യക്കുറവ് നമ്മൾ കാണുന്നതായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് വിത്ത് മുളയ്ക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരു 25 മിനിറ്റോളം നമ്മൾ പുതിയ വിത്തുകൾ ചെടി നടുന്നതിന് വേണ്ടി പച്ചക്കറികളൊക്കെ നടുമ്പോൾ വിത്തുകൾ നമ്മൾ വെള്ളത്തിൽ ഇതിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർന്ന ലായനിയിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല കോട്ടൺ തുണിക്കകത്ത് നമ്മൾ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇതിന് പുതിയ വിത്തുകൾ മുള പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ മണ്ണിനെ ഇത് നല്ലതായിട്ട് മണ്ണിൽ ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യും, ഓക്സിജൻ്റെ സർക്കുലേഷൻ കൂട്ടും. അതുപോലെ തന്നെ മണ്ണിൽ ഈ അഴുക്ക് ബാക്ടീരിയകളൊക്കെ ഉണ്ടാകും നമ്മൾ നടുന്ന ചെടികളുടെ ഒക്കെ ചുവട്ടിൽ മണ്ണിൽ. അപ്പോൾ ആ ബാക്ടീരിയകളെയൊക്കെ ഇത് ഇല്ലാതാക്കുകയും അഴുക്ക് ബാക്ടീരിയകളെ കളഞ്ഞിട്ട് നല്ല ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിനാവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു കഴിവും ഇതിനുണ്ട്. പിന്നെ ഇത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ പൊള്ളലുകളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവുള്ളൂ. ഇത് ചെടികൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇത് ഏത് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം, എത്ര നാളുകൾ കൂടിയിരുന്ന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ ചെയ്യുന്നതിനായിട്ട് 1 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കണം. 1 ലിറ്റർ വെള്ളം എടുക്കുക. ഞാനിപ്പം 1 ലിറ്റർ വെള്ളം അളന്ന് എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് 1 ലിറ്റർ വെള്ളത്തിന് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 5 ml മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമ്മൾ 1 ടീസ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇതിനകത്തൊന്ന് എടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ കറക്റ്റ് 1 ടീസ്പൂണേ എടുക്കാവുള്ളൂ. അതിൽ കൂടുതലാകാൻ പാടില്ല. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേയറിലോട്ട് മാറ്റാം. സ്പ്രേയറിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് രാവിലെ 6 മണിക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമോ ചെടികൾക്ക് ഇത് തളിക്കാവുള്ളൂ. ഇല്ലാത്ത പക്ഷേ ഇത് നമ്മൾ ചെടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഒരു കാരണവശാലും ഈ 5 ml അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്നുള്ളത് ഒരു കാരണവശാലും അളവ് മാറരുത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ അത്ര മാത്രമേ എടുക്കാവുള്ളൂ. കൂടുതലായിട്ട് എടുത്ത് നമ്മൾ ചെയ്യരുത്. കുറഞ്ഞാലും കൂടാൻ പാടില്ല. കറക്റ്റ് അളവായിരിക്കണം, അങ്ങനെ ചെയ്യാവുള്ളൂ.
പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിയുടെയൊക്കെ ചുവട്ടിലൊഴിക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ടീസ്പൂൺ എടുക്കാം. ചെടിയുടെ ചുവട്ടിലൊഴിക്കുമ്പോൾ അത് മണ്ണിൻ്റെ അണുനാശനമൊക്കെ നടത്താനായിട്ടൊക്കെ നല്ലതാണ്. പക്ഷേ ചെടിയുടെ ഇലകളിൽ ഒഴിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 1 ടീസ്പൂൺ നമുക്ക് അല്ലെങ്കിൽ ഈ അടപ്പിന് ഇതിൻ്റെ ഈ വക്ക് ഭാഗം വരുന്ന രീതിയിൽ, അതായത് ഇവിടം വരെ ആകുമ്പോൾ 5 ml വരും. ആ 5 ml നമ്മൾ ഒഴിക്കാവുള്ളൂ. ഒരു കാരണവശാലും അത് 5 ml കൂടാൻ പാടില്ല. 1 ലിറ്റർ വെള്ളത്തിന് 5 ml. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേയറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിനി അതൊരു ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ചോർപ്പ് ഉപയോഗിച്ച് ഞാനത് ഒന്ന് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇത് 3/4 ലിറ്ററിൻ്റെ കുപ്പിയാണ്, അതുകൊണ്ടാണ് ഇത്ര ആയിരിക്കുന്നത്. ബാക്കി ഇതിനകത്തുണ്ട്, ഞാനത് മാറ്റി അവിടോട്ട് വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടയ്ക്കുക. ഇത് നമ്മൾ ചെടികൾക്ക്, ഇലകൾക്കും എല്ലാം നമുക്കിത് സ്പ്രേ ചെയ്യാം. എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം, പച്ചക്കറികൾക്കും ഉപയോഗിക്കാം, എല്ലാം നമുക്കിത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ചെടിയുടെ ചുവട്ടിലൊഴിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ തണ്ടിലേക്ക് ഇത് ഒഴിക്കാൻ പാടില്ല. തണ്ടിലൊഴിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. ചെടിയുടെ ഇലകളിലും ചെടിയുടെ അടിവശത്തും ഇലകളുടെ അടിവശത്തും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നമുക്കിനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഇലയിലും ഇലയുടെ അടിവശത്തും ഒക്കെ ഇങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ പൂപ്പലൊക്കെ ഉള്ളിടത്തോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ ഇത് ചെയ്യാവുള്ളൂ. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഇത് ഒരിക്കലും ഇത് ചെയ്ത് കൊടുക്കുക. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ വീണ്ടും ചെയ്ത് കൊടുക്കുക. കടയ്ക്കൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ചുവട്ടിൽ ഒരു കാരണവശാലും ഒഴിക്കുക. ചുവട്ടിൽ നിന്ന് മാറ്റിയേ നമ്മൾ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒരു കാരണവശാലും ഒഴിക്കരുത്. പിന്നെ കടയ്ക്കൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം 10 ml 1 ലിറ്റർ വെള്ളത്തിൽ. 10 ml എടുത്തിട്ട് വേണം അല്ലെങ്കിൽ 2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ. ഇലകളിൽ ഒഴിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 5 ml. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചെടിയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും ഒഴിച്ച് കൊടുക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയും പുതിയൊരു വിഷയവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ. ബൈ ബൈ.